വന്യജീവികളും മനുഷ്യനും തമ്മിലുള്ള സംഘർഷം പരിഹരിക്കാൻ ചെറുവിരൽ പോലും അനക്കാത്ത ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്നത്. ഞങ്ങൾ നിയമസഭയ്ക്കകത്ത് നിരവധി പ്രാവശ്യം ഈ വിഷയം കൊണ്ടുവന്നു. സത്യത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ 1000-ഓളം പേരാണ് വന്യജീവി ആക്രമണത്തിൽ ഈ കേരളത്തിൽ കൊല്ലപ്പെട്ടത്. 1000-ഓളം പേർ. നിയമസഭയിൽ കിട്ടിയ മറുപടിയാണ്. 1000-ഓളം പേർ കൊല്ലപ്പെട്ടു. മതിൽ പണിയുന്നില്ല, കിടങ്ങ് പണിയുന്നില്ല, സൗരോർജ്ജ വേലിയില്ല, ഒരു പരിപാടിയില്ല, ഒരു പൈസയില്ല, ഒരു പൈസയും ചിലവാക്കുന്നില്ല. മന്ത്രിയോട് ചോദിച്ചാൽ വനം മന്ത്രി പറയും, ഞാൻ വനം മന്ത്രി ആയതുകൊണ്ടാണോ കാട്ടിൽ നിന്ന് ആന ഇറങ്ങുന്നതും പുലി ഇറങ്ങുന്നതെന്ന് ചോദിക്കുന്ന വനമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. വനം വകുപ്പ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല, ഒരു നടപടി. മനുഷ്യൻ വീട്ടിൽ പശുവിനെ അഴിച്ചു കെട്ടാൻ പോയ ചെറുപ്പക്കാരെയാണ് ആന ചവിട്ടിക്കൊന്നത്. ഈ വനാതിർത്തിയിലുള്ള ആളുകൾ മുഴുവൻ, പ്രത്യേകിച്ച് കർഷക സമൂഹമാണ്, ജീവനിൽ ഭയന്നാണ് ജീവിക്കുന്നത്. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, പ്രായമായവർക്ക് ആശുപത്രിയിൽ പോകാൻ പറ്റുന്നില്ല, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. പശുവിനെ കറന്നാണ് അവർ ജീവിക്കുന്നത്, പാല് വിറ്റ്. പാല് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഈ ഭീതിയിലാണ് ആന, കടുവ, പുലി, കാട്ടുപോത്ത്, കുരങ്ങ്, പന്നി, മുഴുവൻ എല്ലാ കാർഷിക വിളകളും പൂർണ്ണമായി നശിപ്പിച്ചു. പട്ടിണിയിലേക്കാണ് പോകുന്നത്. വനാതിർത്തിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതം മുഴുവൻ ദുരിതപൂർണമായി മാറിയിട്ടും നിരന്തരമായി പരാതികളും സമരങ്ങളും ഉണ്ടായിട്ടും ഒന്നും ചെയ്യാതെ നിസ്സംഗരായി ഇരിക്കുകയാണ് സർക്കാർ. അതുകൊണ്ട് അതിശക്തമായി അവർക്ക് വേണ്ടിയിട്ടുള്ള വലിയ പ്രക്ഷോഭം UDF ആരംഭിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി മലയോരത്തെ കർഷകരുടെ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള വലിയൊരു സമര പരിപാടിക്ക് ഐക്യജനാധിപത്യ മുന്നണി തുടക്കം കുറിക്കുക കൂടി ചെയ്യാൻ ഉടൻ തന്നെ. അല്ല, അവരുടെ കൂടെയാണ്, കൊലക്കേസ് പ്രതികളുടെ കൂടെയാണ്, ക്രിമിനലുകളുടെ കൂടെയാണ്. ഇപ്പം പത്തനംതിട്ട ജില്ലയിലെ അറിയപ്പെടുന്ന ക്രിമിനലുകൾ മുഴുവൻ CPM ചേരുക. കാരണം ഏറ്റവും സേഫാണ്. SFIക്കാരെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച വധശ്രമ കേസിലെ പ്രതിയെ വരെ പത്തനംതിട്ട ജില്ലയിൽ മന്ത്രിയാണ് മാലയിട്ട് സ്വീകരിച്ചത്. പദവിയും കൊടുക്കുകയാണ്, പാർട്ടിയിൽ പദവി കൊടുക്കുകയാണ് അറിയപ്പെടുന്ന ക്രിമിനലുകളെ, കാപ്പ കേസിൽ ഉൾപ്പെടെയുള്ളവരെ. അപ്പോൾ ക്രിമിനലുകളുടെ ഏറ്റവും വലിയ താവളമായി CPM മാറിയിരിക്കുകയാണ്. എന്നിട്ട് റോഡ് തടുത്തു നിർത്തി റോഡിലെ ജംഗ്ഷനിൽ വാഹനം കൊണ്ടുപോയിട്ട് വാഹനത്തിൻ്റെ ബോണറ്റിൽ വെച്ചാണ് ക്രിമിനലുകൾ ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കുന്നത്. റോഡിൻ്റെ ജംഗ്ഷൻ ചോദിക്കാൻ ആരുമില്ല. പോലീസ് വന്ന് എക്സ്പോർട്ട് കൊടുക്കുകയാണ്. ക്രിമിനൽ കേസിലെ കൊലക്കേസിലേക്ക് പ്രതികളുമായി ബന്ധപ്പെട്ട CPM നേതാക്കളുടെ ബന്ധം വലിയ വിവാദമായി, ആരോപണമായി പുറത്തു വരുന്നതിനിടയിലാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം വരുന്നത്. ഗൂഢാലോചനകൾ പുറത്തു വരുമെന്ന ഭയം കൊണ്ടാണ് ഈ ആളുകളുമായി ബന്ധപ്പെടുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം.